കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് KSR ബാംഗ്ലൂർ അല്ലെങ്കിൽ മജസ്റ്റിക് വരെ പോകുന്ന 22/666 ട്രെയിനാണ് ഈ കാണുന്നത്. ഇതിൽ ചെയർക്കാറാണുള്ളത്. AC ഉണ്ട്, അതേപോലെ സെക്കൻഡ് സീറ്റിങ്ങും ഉണ്ട്. ഇതാണ് AC-ൻ്റെത് കാണുന്നത്. ഇതാണ് AC ചെയർക്കാറിൻ്റെ ബോഗി കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ AC ചെയർക്കാർ വരുന്നത്. ഇതിൻ്റെ മറ്റേ അല്ലാത്ത സെക്കൻഡ് സീറ്റും കാണിച്ചു തരാം. ഇതിന് ചെയറായിട്ട് വരുന്നുണ്ട്, അല്ലാതെ നമ്മൾ 90 ഡിഗ്രി വരുന്ന ഇതും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. ചില ട്രെയിനിൽ മറ്റേ നമ്മൾ ചെയർക്കാർ പോലെ തന്നെ സെക്കൻഡ് സീറ്റിങ്ങും വരുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്നൊക്കെ ബാംഗ്ലൂർ പോകാനാണെങ്കിൽ ഏറ്റവും സുഖമുള്ളൊരു വണ്ടിയാണ്. ഏകദേശം 6 മണിക്കൂറിൻ്റെ ഇതിലാണ് ഈ വണ്ടി ടൈം എടുക്കുന്നുള്ളൂ. മറ്റേ വന്ദേ ഭാരതാണെങ്കിലും ഏകദേശം 6 മണിക്കൂർ തന്നെയാണ്. ഇതും 6.25 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ കോയമ്പത്തൂർ ഭാഗത്തുനിന്നൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം സീറ്റിംഗ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. അപ്പോൾ നാളത്തേതാണെങ്കിൽ ഇന്ന് തന്നെ സീറ്റ് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡബിൾ ഡെക്കർ. ഇതിൽ ഡബിൾ ഡെക്കറായിട്ട് വരുന്നുണ്ട് ആണോ. നേരത്തെ ചെയർക്കാർ സിംഗിളായിട്ട് ചെയർക്കാറാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൽ ചെയ്യുന്നുണ്ട്, ഡബിൾ ഡെക്കറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഡബിൾ ഡെക്കർ വരുന്നത്. ഇതാണ് ഇതിന് ഡബിൾ ഡെക്കർ വരുന്നത്. ഇവിടെ ഇങ്ങനെ സീറ്റിങ്ങും, അതായത് മേലത്തെ അപ്പർ ഡെക്കാണ് ഈ വരുന്നത്. അപ്പർ ഡെക്ക് ഇവിടെ വരുന്നു. അതേപോലെ ഇതിൻ്റെ ഡൗൺ ഡെക്ക് ഇതേപോലെയാണ് വരുന്നത്. ബാത്റൂം പിന്നെ കാണണോ? ബാത്റൂമൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ് എല്ലാം സെയിം. ഇങ്ങനെയാണ് AC വരുന്നത്. AC-ലാണ് ഡബിൾ ഡെക്കർ വരുന്നത്. ഒന്ന് മേല്, അതേപോലെ താഴെ വരുമ്പോൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനോട് ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിലാണ് താഴത്തെ സീറ്റിംഗ് വരിക. മേലത്തതാണെങ്കിൽ അതിൻ്റെ ഇതുകൂടി ഹൈറ്റിൽ വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വർത്താനം പറഞ്ഞു ഇരിക്കാം. അപ്പോൾ ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എവിടെ പോകുന്ന ബാംഗ്ലൂർ KSR അല്ലെങ്കിൽ മജസ്റ്റിക് പോകുന്ന 22/666 ട്രെയിന്. രാവിലെ 5:45 കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്നത്. ഒരു 12:30 ആകുമ്പോൾ എവിടെത്തും, ബാംഗ്ലൂർ എത്തുന്ന ട്രെയിനാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ടർ വ്യൂ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. നമ്മളത് വരുന്നത് സെക്കൻഡ് സീറ്റിംഗ് വരുന്നുണ്ട്. അതേപോലെ ഇതിൽ AC ചെയർക്കാർ വരുന്നുണ്ട്. AC-ലാണ് ഈ ഡബിൾ ഡെക്ക് വരുന്നത്, അല്ലാതെ വരുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ കണ്ടത്. ഈ ഇതിൻ്റെ പേരാണ് KSR ബാംഗ്ലൂർ ഉദയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ 5:45 കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 12:40 ഇത് KSR ബാംഗ്ലൂർ എത്തുന്നത്. അപ്പോൾ ഒരു ഉച്ചക്കാവുമ്പോൾ എത്തിയാൽ മതി എന്നുള്ളവർക്കൊക്കെ കോയമ്പത്തൂർ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് കിട്ടാത്തവർക്കൊക്കെ ഇവിടെ നിന്ന് ഇത് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ഇതിലിപ്പോൾ ചാർട്ട് വേക്കൻസി നോക്കുമ്പോഴൊക്കെ AC കോച്ചിൽ AC ചെയർക്കാർ ഏകദേശം കംപ്ലീറ്റ്ലി അൺഫിൽഡ് ആണ്. അതായത് വേക്കൻ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതും ഞാൻ നോക്കുമ്പോഴും അതിൽ ടിക്കറ്റ് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് സീറ്റിങ്ങിൽ ഇപ്പോൾ ചാർട്ട് പറയുമ്പോൾ വേക്കൻ്റ് ഒന്നുമില്ല. പക്ഷേ AC ചെയർക്കാറിൽ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ പോകാൻ, ബാംഗ്ലൂർ വരെ പോകാൻ, തിരക്കില്ലാതെ പോകാൻ, അത് രാവിലെ പുലർച്ചെ 5:45 പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ട്രെയിന് യൂസ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സീറ്റിങ്ങിൻ്റെ
ഇത് വരുന്നത് ഈ വണ്ടീൻ്റെ. ബാത്റൂം എങ്ങനെയുണ്ട്? ഒന്ന് ഇന്ത്യനും അപ്പൊ ആരും കേറിയിട്ടില്ല. അതെ 5:45 വണ്ടി എടുക്കുക. അപ്പൊ എന്താണ് ആരും ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പൊ ഫ്രീ ആയിട്ട് നിൽക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം എന്ത് ചെയ്യും, ആൾക്കാർ കയറും.